ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ആണ്. ഇപ്പോൾ ഇതൊരു നമ്പർ ലൈനാണ് കേട്ടോ. നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ നടുക്ക് 0, വലത്തോട്ട് പോകുന്നതനുസരിച്ച് പോസിറ്റീവ് നമ്പേഴ്സാണ്, ഇടത്തോട്ട് പോകുന്നതനുസരിച്ച് നെഗറ്റീവ് നമ്പേഴ്സാണ്. കണ്ടല്ലോ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് മനസ്സിലാക്കാം. അപ്പോൾ -2 + 4 എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം +2 ആണ്, +2 ആണ്. ഇതെങ്ങനെയാണ് ഈ +2 വന്നതെന്നറിയാമോ? നമ്മൾ 1-2 റൂളുണ്ട് ഇതിന് കേട്ടോ. ഡിഫറൻറ്റ് സൈൻ വന്നാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. ഒരേ സൈൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 2 നമ്പരും കൂടെ ആഡ് ചെയ്തിട്ട് കോമൺ സൈൻ കൊടുക്കുക. ഇത് പലർക്കും തെറ്റിപ്പോകും. അത് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം, ഒരു ട്രിക്കാണ്. നമ്മൾ ഈ നമ്പർ ലൈൻ ആദ്യം ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, -2 + 4. ഈ -2 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യണം. എന്നിട്ട് പ്ലസ് ആണെങ്കിൽ വലത്തോട്ട് എണ്ണണം, മൈനസ് ആണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് എണ്ണണം. ഇത് കണ്ടോ, -2 നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് പ്ലസ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് എണ്ണണം. എത്ര സ്ഥാനം വലത്തോട്ട് എണ്ണണം? 4 സ്ഥാനം വലത്തോട്ട് എണ്ണണം. ഒന്ന് എണ്ണി നോക്കിക്കേ. -2 ആയിരുന്നല്ലോ അവിടെ. 1, 2, 3, 4. അങ്ങനെയാണ് അവിടെ 2 കിട്ടുന്നത്. 2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇങ്ങോട്ടുള്ളതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ ഒരു പ്ലസ്സും കൂടെ അങ്ങ് ഇട്ട് കൊടുത്താലും മതി. പ്ലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെയാണ് മറ്റ് പ്രോബ്ലംസ് എല്ലാം. -2 + 5 നോക്കിയേ. -2 കഴിഞ്ഞിട്ട് 5 സ്ഥാനം വലത്തോട്ട് എണ്ണുക. പ്ലസ് ആയതുകൊണ്ട് വലത്തോട്ട് എണ്ണുക 5 സ്ഥാനം. ഇവിടെ 4 സ്ഥാനമായിരുന്നു. ഇവിടെ ആ നമ്പർ എത്രയാണോ ആ നമ്പറുകളുടെ എണ്ണം അങ്ങോട്ട് അങ്ങ് ഇടുക. -2 + 5 നോക്കാം. 1, 2, 3, 4, 5. 3യുടെ നേരെയാണ് നിൽക്കുന്നത്. ഇവിടെ ആൻസർ 3 ആണ്. അതിൽ -2 + 6 കണ്ടല്ലോ. -2 + 6 6 സ്ഥാനം നമ്മൾ എന്ത് ചെയ്യണം, വലത്തോട്ട് എണ്ണുക. 1, 2, 3, 4, 5, 6 കണ്ടോ. 4 കിട്ടും. ആ നമ്പർ ചേർത്ത് എണ്ണരുത് കേട്ടോ, ആ നമ്പർ കഴിഞ്ഞിട്ട് വേണം എണ്ണാൻ. ഇതുപോലെ നിങ്ങൾക്ക് ഒത്തിരി എണ്ണം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നോക്കാം, -3 + 3 നോക്കേ. -3 കഴിഞ്ഞിട്ട് 3 സ്ഥാനം വലത്തോട്ട്. 1, 2, 3 കണ്ടോ 0 വരുന്നത്. ഇനി വേറൊരെണ്ണം നോക്കാം. -2 - 5. ഇവിടെ മൈനസാണ്, അപ്പോൾ ലെഫ്റ്റിലോട്ട് എണ്ണണം. -2 എടുത്തിട്ട് കണ്ടോ 5 സ്ഥാനം ലെഫ്റ്റിലേക്ക് എടുക്കുക. 1, 2, 3, 4, 5 കണ്ടോ. അപ്പോൾ -7ൻ്റെ നേരെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? -7. ഇതുപോലെ -3 - 5 നോക്കിയേ. -3 കഴിഞ്ഞിട്ട് 5 സ്ഥാനം ലെഫ്റ്റിലേക്ക് എടുക്കണം, മൈനസ് ആയതുകൊണ്ട്. പ്ലസ് ആയിരുന്നെങ്കിൽ റൈറ്റിലേക്ക് എടുക്കുക. കണ്ടോ 1, 2, 3, 4, 5 കണ്ടോ. ഇപ്പോൾ നിൽക്കുന്നത് എവിടെ? -8ൻ്റെ നേരെയാണ്. അതുപോലെ നമുക്ക് ഓരോന്നും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യുക നോക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരെണ്ണം നോക്കാം. 7 - 9. 7 - 9 -2 കിട്ടി. എങ്ങനെ ഈ 7 - 9? 7 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഈ നമ്പർ ലൈനിൽ നോക്കണം. കണ്ടോ 7. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് -9 ആണ്. പിന്നെ മൈനസ് വന്നതുകൊണ്ട് ഇടത്തോട്ട് എടുക്കുക. 9 9 സ്ഥാനം. 1, 2, 3, 4, 5, 6, 7, 8, 9 കണ്ടല്ലോ. ആൻസർ -2 കിട്ടും. ഇനി 8 - 12 നോക്കിയേ. 8 ഇനി എന്ത് ചെയ്യണം? -12. അപ്പോൾ മൈനസ് ആവും ലെഫ്റ്റിലേക്ക് 12 സ്ഥാനം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 കണ്ടോ. -4ൻ്റെ നേരെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര? -4. ഇങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഈ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്.